ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വളരെ കുറച്ച് നേരം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണെന്ന് കപ്പത്തോരൻ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ പീസ് കപ്പ രണ്ടാക്കി മുറിച്ചതാണ്. തൊലി മാറ്റി വൃത്തിയാക്കി കഴിയുമ്പോൾ ഒരു 300-350 ഗ്രാം ഉണ്ടാവും. തൊലി കളഞ്ഞു. ഇനി നീളത്തിലാണ് അരിഞ്ഞെടുക്കണത്. സാധാരണ കപ്പ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി നുറുക്കണ വലുപ്പത്തിൽ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വീതിയിൽ പലക പോലെ കനം കുറച്ച് സ്ലൈസസ് ആക്കുക. കനം കുറയുന്തോറും വേഗം വെന്ത് കിട്ടിക്കോളും. കുറച്ച് നേരമുണ്ട്, ക്ഷമയുണ്ടെന്നൊക്കെ വെച്ചാൽ തീപ്പെട്ടി കോല് പോലെ ഒരേ വലുപ്പത്തിൽ ഭംഗിയിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തേക്കണേ. കപ്പ മുഴുവൻ സ്ലൈസസ് ആക്കി കനം കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. വീതിയിൽ മുറിച്ചിട്ട് അടുക്കി വെച്ച് അരിഞ്ഞാൽ വേഗം തന്നെ നുറുക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ പീസസ് ആക്കുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവും. ഇനി ഇത് വേവിക്കാൻ വേണ്ട വെള്ളം തിളയ്ക്കാൻ വയ്ക്കാം. നല്ലോണം ചൂടായി. ഇനി കപ്പയിലേക്ക് വേണ്ട ഉപ്പിടാം. ഇനി നുറുക്കി വെച്ച കപ്പ ചേർക്കാം. ഒന്നിളക്കി ഉപ്പെല്ലാം ഭാഗത്തേക്കാക്കാം. തിളച്ച് വരുമ്പോൾ തന്നെ പകുതിയോളം വേവാകും. നല്ലോണം വെന്ത് കുഴയണ കപ്പയാണെങ്കിൽ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം വേവിക്കാൻ. ഇത് ഉതിർന്ന് തന്നെ ഇരിക്കണം, എന്നാൽ വേവും വേണം. ഒന്ന് തിളച്ചു. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ്: നാളികേരം ചെറുകിയത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 8-9 ചെറിയ ഉള്ളി, 2 പച്ചമുളക്. എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ 2 മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന് മുമ്പ് ഈ ഉള്ളി ഒന്ന് മുറിച്ചിടാം. നമ്മൾ നാളികേരം ചതച്ചെടുക്കണേ ഉള്ളൂ മിക്സിയിൽ. അപ്പോൾ ഒന്ന് നടു മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ടില്ലെങ്കിൽ ഉള്ളി ചതയാണ്ട് കിടക്കും. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/2 ടീസ്പൂൺ ജീരകം കൂടി. ഇപ്പോൾ ചതയ്ക്കാൻ വേണ്ടതെല്ലായി: നാളികേരം, പച്ചമുളക്, ഉള്ളി, മഞ്ഞൾപ്പൊടി, ജീരകം. നമ്മൾ അടച്ചു വെച്ച കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. ഉതിർന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തിരുന്നു നമ്മൾ. ഇനി ഈ തിളച്ച വെള്ളം ഊറ്റി കളഞ്ഞിട്ട് 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കണം കപ്പ. കട്ടുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റിഫായിട്ട് തന്നെ കഷ്ണങ്ങളായിട്ടിരിക്കുകയും ചെയ്യും. 2-3 പ്രാവശ്യം വെള്ളം മാറ്റിയെടുത്തു. ഇനി വെള്ളം കളഞ്ഞെടുക്കാം. വല്ലാണ്ട് അമർത്തി പിഴിഞ്ഞെടുക്കണ്ട. അരിപ്പയിലാവുമ്പോൾ അധികമുള്ള വെള്ളം മുഴുവൻ മാറ്റിയെടുക്കുക എളുപ്പമാണ്. കണ്ടില്ലേ, വെന്തിട്ടുണ്ട്, പക്ഷെ ഉതിർന്നിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. കടുക് വറുക്കാൻ വേണ്ട എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതിന് 1 ടേബിൾ സ്പൂൺ മതി. 1/2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി. ഇനി നാളികേരം ചതച്ചതിടാം. ഇത് പച്ചമണം മാറുന്ന പോലെ ചൂടാക്കിയെടുക്കണം. കാരണം കപ്പ വേവിച്ചതിട്ടിട്ട് വല്ലാണ്ട് ഉടയണ പോലെ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം നാളികേരം ഒന്ന് ചൂടായി വരണം. ഇനി 2 കൊത്ത് കറിവേപ്പില ഇടാം. എന്നിട്ട് വേവിച്ച് വെള്ളം നല്ലോണം കളഞ്ഞെടുത്ത് കപ്പയും ചേർക്കാം. വെള്ളം വാലാണ്ട് ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് അരിപ്പയിൽ വെച്ചിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞെടുത്തത്. ആദ്യം കപ്പയിലേക്ക് വേണ്ട ഉപ്പേ ചേർത്തിരുന്നുള്ളൂ. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസിലേക്കും കൂടി വേണ്ട ഉപ്പിട്ട് ഇളക്കാം. ഉടയാണ്ട് ഇങ്ങനെ ഇളക്കി ചേർക്കണം. വെന്തുടയാത്ത കപ്പയാണ് ഈ തോരനുണ്ടാക്കാൻ നല്ലത്. ഇനി വേഗം വേവണതാണെങ്കിലും അത് കണക്കാക്കി ഒന്ന് തിളപ്പിച്ചിട്ട് അടച്ചു വെച്ച് പച്ചവെള്ളത്തിലും കൂടി കഴുകിയെടുത്താൽ മതി. സമയം ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. നാളികേരവും കപ്പ കഷ്ണങ്ങളും നല്ലോണം മിക്സാക്കി എടുക്കണം. ഇനി ഓഫ് ചെയ്യാം. ഉപ്പ് 2 തവണയായിട്ടാണ് ചേർത്തത്. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും മണം മുമ്പിൽ നിൽക്കണം. ചോറിന് തോരനായിട്ട് കഴിക്കുന്ന പോലെ തന്നെ വെറുതെ കഴിക്കാം. പപ്പടം പൊടിച്ചിട്ട് കഴിച്ചാൽ കൂടുതൽ സ്വാദാണ്. ഇഷ്ടമായ ഓടത്തെ കിച്ചൺ ലൈക്ക് ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് വേഗം കാണാം. താങ്ക് യു.